അൻ അബ്ദുല്ലാഹി ഇബ്നു അംർ റളിയല്ലാഹു തആല അൻഹു അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റമ്മാ ലമ്മാ റജഅ സിലമി അല്ലദി അഖ്ബറ അലാ നഫ്സിഹി അന്നഹു സിനാ ഫറജഅ ഖാമ ഫിന്നാസ്. ചരിത്രം പറയുന്നു, അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലഘട്ടത്തിൽ വ്യഭിചരിച്ചു എന്ന് പറഞ്ഞ ഒരാൾ മുത്തുനബിയുടെ മുന്നിൽ വന്ന് തെളിവുകളുമായി. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിൽ വന്നു, വ്യഭിചരിച്ചു എന്ന തെളിവുകളായി. പിന്നെന്താ? ഇസ്ലാമിന്റെ ശിക്ഷ എറിഞ്ഞു കൊല്ലുക. അപ്പൊ ശിക്ഷ നടത്താൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കൽപ്പിച്ചു. എന്നിട്ട് പ്രവാചകൻ തൻ്റെ സ്വഹാബത്തിന് എതിരെ തിരിഞ്ഞിരുന്നു കൊണ്ട് അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞു, ജനങ്ങളെ, അള്ളാഹു വിരോധിച്ച ഈ മോശമായ കാര്യത്തിൽ നിങ്ങൾ ഒഴിവാക്കുക. അള്ളാഹു നിരോധിച്ച ഈ കാര്യത്തെ നിങ്ങളൊക്കെ എന്ത് ചെയ്യണം? ഒഴിവാക്കുക. എന്നിട്ട് പ്രവാചകൻ പറഞ്ഞ ഒരു കാര്യമുണ്ട്, ആരെങ്കിലും അത് ചെയ്തു പോയാൽ അള്ളാഹു നൽകിയ മറ അവൻ സ്വീകരിച്ചു കൊള്ളട്ടെ, അവൻ തൗബ ചെയ്തു കൊള്ളട്ടെ, നിങ്ങൾ പരസ്യപ്പെടുത്തരുതെന്ന് നബിയുനാ റസൂലുള്ളാഹി. മനസ്സിലാക്ക്, ഇസ്ലാമിന്റെ നിയമം വ്യഭിചരിച്ചവനെ എറിഞ്ഞു കൊല്ലണമെന്ന ഒരു സ്വഹാബി വന്നു, ഒരാൾ വന്നു, വ്യഭിചരിച്ചത് തെളിവ് സഹിതം പറഞ്ഞു, ശിക്ഷ ഏറ്റുവാങ്ങി. അത് കഴിഞ്ഞിട്ട് പ്രവാചകൻ പറഞ്ഞു, ഇത് നിങ്ങൾ ആരും ചെയ്യരുത്, നിങ്ങൾ ആരും വ്യഭിചരിക്കരുത്, കാരണം അത് മോശമായ കാര്യമാ, അള്ളാഹു വെറുത്ത കാര്യമാ, നിങ്ങൾ ചെയ്യല്ലേ. ഇനി ആരെങ്കിലും ചെയ്താൽ നിങ്ങൾ മറച്ചു വെക്ക്, നിങ്ങൾ മറച്ചു വെക്ക്, അള്ളാഹു മറച്ചു വെച്ചതിനെ നിങ്ങൾ പരസ്യപ്പെടുത്തല്ലേ എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സഹാബത്ത് എങ്ങനെ? അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിൽ ഒരു സ്വഹാബി വന്നിട്ട് പറഞ്ഞു, നബിയേ, എന്നെ ശുദ്ധീകരിക്കണം നബിയേ, ഞാൻ വ്യഭിചരിച്ചു പോയി നബിയേ. പ്രവാചകൻ കേൾക്കാത്തതുപോലെ ഇരിക്കുക, സഹാബി പറയുന്നത് കേൾക്കാത്തതുപോലെ, നീ പോന്ന് പറഞ്ഞ് പ്രവാചകൻ പറഞ്ഞു വിട്ടു. കാരണം എറിഞ്ഞു കൊല്ലണമെന്നാണ് ഇസ്ലാമിന്റെ നിയമം. അതുകൊണ്ട് പോയി തൗബ ചെയ്യട്ടെ എന്ന് കരുതി പ്രവാചകൻ പറഞ്ഞു, നീ എന്ന് പറഞ്ഞു വിട്ടു. വീട്ടിൽ പോയി കിടന്നിട്ട് ഉറക്കം വരുന്നില്ല. രണ്ടാമതും വന്നു, നബിയെ, എന്നെ ശുദ്ധീകരിക്കണം നബിയെ. പ്രവാചകൻ സഹാബത്തിനോട് ചോദിച്ചു, കള്ളു വല്ലതും കുടിച്ചിട്ടുണ്ടോ നോക്കാൻ. കള്ളു കുടിച്ചിട്ടുണ്ടോ നോക്കാൻ, അങ്ങനെ വല്ലതും പറയുന്നതാണെന്ന് വിചാരിച്ചിട്ട് ആ സഹാബി അപ്പോഴും സഹാബത്ത് പറഞ്ഞു, ഇല്ല നബിയെ. മൂന്നാമത് വന്നിട്ട് പറഞ്ഞു, നബിയെ, എനിക്കറിയാം എന്നെ എറിഞ്ഞു കൊല്ലാനാ ഇസ്ലാമിന്റെ നിയമമെന്ന്, എനിക്കറിയാം നബിയെ. പക്ഷേ ഞാൻ നന്നാകാൻ, എന്നെ ശുദ്ധീകരിക്കണം. ഇവിടത്തെ ശിക്ഷ ഏറ്റുവാങ്ങിയാൽ അവിടത്തെ ശിക്ഷയില്ലല്ലോ. ഒരു തെറ്റിന്റെ പേരിൽ അള്ളാഹു 2 പ്രാവശ്യം ഒരു മനുഷ്യനെ ശിക്ഷിക്കില്ല എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഒരു തെറ്റിന്റെ പേരിൽ 2 പ്രാവശ്യം അള്ളാഹു ഒരു മനുഷ്യനെ ശിക്ഷിക്കൂല. അതുകൊണ്ട് ദുനിയാവിലുള്ള ശിക്ഷ എനിക്കിങ്ങ് തങ്ങേരെ, ആഖിറം താങ്ങാൻ പറ്റൂല എന്ന് പറഞ്ഞിട്ട് ഈ സഹാബി വന്നത്. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അള്ളാഹു രഹസ്യമാക്കിയതിനെ നിങ്ങൾ മറച്ചു വെക്ക്, നിങ്ങൾ പരസ്യമാക്കരുതെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് പഠിപ്പിക്കുന്നു, തിന്മകൾ പരസ്യമായി നിർവഹിക്കുന്ന സ്ഥലങ്ങളിൽ നിന്ന് നിങ്ങൾ മാറി നിൽക്കുക എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് പറയുകയാണ്, റസൂലുള്ളാഹി പറയുകയാണ്, വലാ, അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് പറയുന്നു, വലാ തർകനൂ ഇലല്ലദീന ളലമൂ അൻഫുസഹും. ഖുർആൻ പറയുകയാണ്, അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ അവിടെ നിന്ന് പറയുകയാ, അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു, വലാ തർകനൂ ഇലല്ലദീന ളലമൂ ഫതമസ്സകുമുന്നാർ വമാ ലകും മിൻ ദൂനില്ലാഹി മിൻ ഔലിയാ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ അവിടെ നിന്ന് പറയുകയാണ്, തിന്മകൾ പരസ്യമായി നിർവഹിക്കപ്പെടുന്ന സ്ഥലമുണ്ടല്ലോ, പടച്ചവനെ, ഇന്ന സ്ഥലത്ത് തിന്മ നടക്കുന്നുണ്ടെന്നറിയാം, സ്ഥിരമായ ഇവിടെ മോശമായ കാര്യങ്ങൾ നടക്കുന്നതാണ്. അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിന്ന് മാറൂ, അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിന്ന് മാറൂ. തിന്മ നടക്കുന്ന സ്ഥലങ്ങളിലേക്ക് പോകേണ്ട വന്നാൽ ആവശ്യത്തിന് മാത്രം പോകണേ എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, തിന്മകൾ നടക്കുന്ന സ്ഥലത്തേക്ക് പോകാതിരിക്കുക. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. ആമീൻ പറഞ്ഞാതി. ഈ തിന്മ നടക്കുന്ന സ്ഥലം എവിടെ?
തിന്മ നടക്കുന്ന സ്ഥലം ഏതാണെന്ന് നമുക്കറിയാം. ആ സ്ഥലങ്ങളിലേക്ക് നമ്മൾ പോകരുത്. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞ ഗോവയിൽ പോകാൻ നമുക്ക് ആർക്കും പറ്റൂല. ഗോവയിലേക്ക് അധികം പേരും പോകാറില്ല. കാരണം അത് അവിടെ പല കാര്യങ്ങളും നടക്കുമ്പോൾ എനിക്കറിയില്ല, പോയവരൊക്കെ അങ്ങനെ പറയാറുണ്ട്, ഗോവയിൽ പോയോ എന്ന് ചോദിക്കാറുണ്ടല്ലോ. ചിലർ പറയാറുണ്ട് ഗോവയ്ക്ക് പോകാൻ എല്ലാവർക്കും കൂടെ കറങ്ങാൻ. അവിടെ എന്താണെന്ന് എനിക്കറിയില്ല. അള്ളാഹു അവിടെ പോകാതിരിക്കാനുള്ള ഭാഗ്യം അള്ളാഹു നൽകട്ടെ. എനിക്കതല്ലേ പറയാൻ പറ്റൂ. ഞാൻ ഇന്ന് വരെ ഗോവയിൽ പോയിട്ടില്ല. കാരണം എന്താണെന്നറിയില്ല. എല്ലാവരും ടൂർ പോകുന്ന കാര്യം പറയുമ്പോൾ ഗോവയ്ക്ക് പോകാമെന്ന് പറയും. എൻ്റെ പ്രിയപ്പെട്ടവരെ, അപ്പോൾ പറയുന്നത് അങ്ങനെ തെറ്റുകൾ നടക്കുന്ന സ്ഥലത്തേക്ക്. അപ്പോൾ ഒരു ചെറുപ്പക്കാരൻ പറയുന്നു, ഉസ്താദ് സിനിമാ തിയേറ്ററിൽ പോയി ഒന്ന് ഉപദേശിച്ചുകൂടെ, സിനിമ കാണാൻ പോകുന്നവരെയൊക്കെ? അവിടെ പോകേണ്ട കാര്യമുണ്ടോ? എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, തെറ്റ് നടക്കുന്ന സ്ഥലത്തേക്ക് പോകാതിരിക്കുക. ഇനി പോകേണ്ടി വന്നാലോ പോകുക, പെട്ടെന്ന് വന്നേക്കുക. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. റസൂൽ അള്ളാഹുവിൻ്റെ ഖുർആൻ പറയുകയാണ്. അതാ പറഞ്ഞത്, അള്ളാഹു പറഞ്ഞു തരുന്നുണ്ട് നീ അതിലേക്ക് പോകാൻ. കാരണം തെറ്റിലേക്ക് പോകാൻ സാധ്യതയുള്ളത് കൊണ്ട് തെറ്റുകൾ നടക്കുന്ന സ്ഥലത്തേക്കും നാടുകളിലേക്കും ആവശ്യത്തിന് മാത്രം പോയി വരിക. അള്ളാഹു ഈമാൻ നൽകി നിഗ്രഹിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ നിർത്തുകയാണ്. മഹാനായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, അള്ളാഹുവിൻ്റെ റസൂൽ അവിടെ നിന്ന് പറയുന്നു, മറ്റുള്ളവരിൽ നിന്ന് മറ്റുള്ളവരെ അനുകരിക്കുന്നതിൽ നിന്ന് നിങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. മുത്തുനബി അവിടുന്ന് അഞ്ചാമതായി നമ്മളോട് പറഞ്ഞു തരികയാ. അൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുമാ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, ലതർകബന്ന സനന മിൻ കാന ഖബലകും ശുബ്റൻ ബസ്റാ. അല്ലാഹുവിന്റെ റസൂൽ അവിടെന്ന് പറയുകയാണ്, മുത്തുനബി നമ്മളോട് പറഞ്ഞു തരുന്നു, മറ്റുള്ളവരെ അനുകരിക്കുന്നതിൽ നീ ജാഗ്രത പാലിക്കണമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു. മറ്റുള്ളവരെ അനുകരിക്കുക. അനുകരണമെന്ന് പറഞ്ഞാൽ ഇന്ന് സിനിമാ താരങ്ങൾ അനുകരിക്കുന്നു ഇല്ലേ? താടി വളർത്തി ഉസ്താദന്മാർ പറഞ്ഞു മുത്തുനബിയുടെ സുന്നത്താ വളർത്തട. ആരാ വളർത്തിയേ? അപ്പൊ താടി വെട്ടാതെ വളർത്തിക്കൊണ്ട് നടക്കാം അല്ലേ? ഓരോ മനുഷ്യന്റെ വസ്ത്രവും ഓരോ മനുഷ്യന്റെ കാര്യങ്ങളൊക്കെ നമ്മൾ ചിന്തിച്ചു നോക്ക്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളോട് വിരോധിച്ച കാര്യങ്ങൾ നമ്മൾ വിരോധിച്ച് തന്നെ നിൽക്കണം, കൂടുതൽ അങ്ങോട്ട് പോകലല്ല. അപ്പോ അനുകരിക്കുക. മറ്റുള്ളവരുടെ ആചാരങ്ങളാണെങ്കിലും അവരുടെ എന്തെങ്കിലും കാര്യങ്ങളാണെങ്കിലും വസ്ത്രമാണെങ്കിലും ഏത് കാര്യമാണെങ്കിലും അനുകരിക്കേണ്ടത് മഹാനായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിൻ്റെ പ്രവാചകനെയാണ് ഞാനും നിങ്ങളും അനുകരിക്കേണ്ടത്. മറിച്ച് അല്ലാതെ ഇങ്ങനെ ഉള്ളവരെ ഒന്ന് അനുകരിച്ചിട്ട് നമുക്ക് പെട്ടെന്നൊന്നുമില്ല. നമ്മുടെ ദുനിയാവും ആഖിറവും നഷ്ടപ്പെട്ടു പോകും. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് ഇന്ന് പറയാൻ പറ്റിയ ദിവസം തന്നെയാണ്. മറ്റുള്ളവരെ അനുകരിക്കുന്നത് സൂക്ഷിക്കുക, മറ്റുള്ളവരെ അനുകരിക്കുന്നത് സൂക്ഷിക്കുക എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ. അതുകൊണ്ട് സൂക്ഷ്മതകൾ പുലർത്ത്. അള്ളാഹു തന്ന ഈമാൻ നഷ്ടപ്പെടുത്തി കളയരുത്. ഒറ്റ നിമിഷം കൊണ്ട് അള്ളാഹു നമുക്ക് ഈമാൻ നൽകിയിട്ടുണ്ട്. ആ ഈമാൻ ഞാനും നിങ്ങളും നഷ്ടപ്പെടുത്തി കളയാതെ സൂക്ഷിക്കണം. കഷ്ടപ്പെട്ടുണ്ടാക്കിയതാ, ഇന്നലെ കിട്ടിയതല്ല. 10, 30, 40, 50 കൊല്ലം നിസ്കരിച്ചും ഖുർആനോദിയും അള്ളാഹുവിൻ്റെ ദീനിനെ സ്നേഹിച്ചും മഹത്തുക്കളെ സ്നേഹിച്ചും പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്തും ഒരുപാട് വഅദുകൾ കേട്ടാണ് നമ്മുടെയൊക്കെ ഈമാൻ ഇങ്ങനെ വർദ്ധിച്ചു വരുന്നത്. അതുവല്ല ഓണമോ അല്ലെങ്കിൽ ക്രിസ്മസോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കൊണ്ടുവരുമ്പോൾ കൊണ്ട് കളയാനുള്ളതല്ല. അള്ളാഹു നമ്മുടെ ഈമാൻ അള്ളാഹു നിലനിർത്തി തരുമാറാകട്ടെ. അള്ളാഹു അത് സംരക്ഷിക്കാനുള്ള ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് പഠിപ്പിച്ചു, നിന്റെ കണ്ണിൻ്റെ മുന്നിൽ തെറ്റുകൾ കണ്ടാൽ നീ നിന്റെ കൈ കൊണ്ട് തടയ്, നിന്റെ നാവ് കൊണ്ട് തടയ്, അല്ലെങ്കിൽ നിന്റെ മനസ്സുകൊണ്ട് നീ വെറുക്ക് എന്ന് മഹാനായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹുവിനെ ഭയന്ന് ജീവിക്കാൻ അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ ഖുർആൻ പറഞ്ഞ, അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ഖുർആനിൽ പറഞ്ഞു തന്ന കാറൂനിൻ്റെ കഥയാണ് നമ്മൾ ഇന്നലെ പഠിച്ചത്. ആ കാറൂനിൻ്റെ ചരിത്രത്തിൽ നിന്ന് പഠിക്കേണ്ട 10 പാഠങ്ങൾ മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നു.
കാറൂനിന്റെ ചരിത്രം വെറുതെയല്ല ഖുർആൻ പറഞ്ഞത്. ആ ഖുർആൻ പറഞ്ഞ ചരിത്രത്തിൽ നിന്ന് ആ കാറൂനെയും അവന്റെ സർവ്വ സമ്പാദ്യങ്ങളെയും ഭൂമി വിഴുങ്ങിയിട്ട് ആ വിഴുങ്ങിയതിൽ നിന്ന് പഠിക്കാനുള്ള 10 ഗുണപാഠങ്ങൾ എൻ്റെ പ്രിയപ്പെട്ടവരെ നമുക്ക് പഠിപ്പിച്ചു തരുന്നു. അതിലെ 5 ഗുണപാഠങ്ങളാണ് നാം ഇന്നലെ പഠിച്ചത്. ഇനി ഒരു 5 എണ്ണം കൂടെയുണ്ട്. അള്ളാഹു പഠിക്കാൻ ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു പഠിക്കാൻ ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരു 3 സ്വലാത്ത് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. ഒന്നാമതായിട്ട് അല്ലാഹു ഒരാൾക്ക് സമ്പത്ത് നൽകുന്നത് അയാളോടുള്ള ഇഷ്ടം കാരണമല്ല. ഒന്നാമത്തെ ഗുണപാഠം, അല്ലാഹു ഒരാൾക്ക് സമ്പത്ത് നൽകുന്നത് അയാളോട് ഇഷ്ടം കൊണ്ട് മാത്രമല്ല, അയാളുടെ ഇഷ്ടം കൂടുതൽ കൊണ്ടല്ല എന്ന് നീ മനസ്സിലാക്കണമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. 2, പ്രവാചകൻ അവിടുന്ന് പറഞ്ഞു, നമ്മുടെ അറിവ് കൊണ്ടും നമ്മുടെ കഴിവ് കൊണ്ടുമാണ് ഇതൊക്കെ ഉണ്ടാക്കിയത് എന്ന് നീ പറയരുത്. എൻ്റെ അറിവ് കൊണ്ട്, എൻ്റെ കഴിവ് കൊണ്ട് ഞാൻ കഷ്ടപ്പെട്ടാണ് ഇതൊക്കെ ഉണ്ടാക്കിയത് എന്ന് നീ പറയരുത് എന്ന് അള്ളാഹുവിൻ്റെ വിശുദ്ധ ഖുർആൻ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. കാരണം അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്നാണ് ഇതൊക്കെ നമുക്കുണ്ടായത് എന്നുള്ള ബോധമുണ്ടാകണം. 3, മഹാനായ തങ്ങൾ അവിടെ നിന്ന് പഠിപ്പിക്കുന്നു, നമ്മുടെ സമ്പത്ത് ദുനിയാവിന് വേണ്ടിയാകരുത്, ആഖിറത്തിന് വേണ്ടി പ്രയോജനപ്പെടുത്തുന്നതാകണം. നമുക്ക് അല്ലാഹു തന്നിരിക്കുന്ന സമ്പത്ത് അത് ദുനിയാവിന് വേണ്ടിയല്ല, ആഖിറത്തിൽ പ്രയോജനം ചെയ്യുന്നതിനാകണം. അല്ലാഹു നമുക്ക് ഒരുപാട് തന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇന്നലെ ഈ ക്ലാസ്സിൽ ഇരുന്നു കൊണ്ട് പടച്ച റബ്ബ് തന്ന സമ്പത്ത്, ആ സമ്പത്തിൽ നിന്ന് പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞ ഒരു കഥയാണ് പറയുന്നത്. അതുകൊണ്ടാണ് ഖുർആനിലെ ആയത്തിന്റെ അളവനുസരിച്ച് എൻ്റെ പ്രിയപ്പെട്ടവരെ 100 കിലോ കമ്പി വാങ്ങാൻ 100 കിലോ കമ്പിയുടെ പൈസ പടച്ച റബ്ബിന്റെ ഖുർആനില് 114 അധ്യായങ്ങളുടെ ആയത്തുകൾക്കനുസരിച്ച് പടച്ചവനെ 6500-ൽ പരം വരുന്ന രൂപ കൊടുക്കാൻ പലരും ഇന്നലെ ഈ സദസ്സിൽ ഇങ്ങനെ കൊടുക്കുകയാണ്. അല്ലാഹുവേ, നീ അവർക്ക് ഖുർആനിന്റെ തണല് നൽകണേ അല്ലാ. സ്വർഗത്തിൽ കൊണ്ടുപോകുന്ന വിഭാഗത്തിൽ പെടുത്തണേ അല്ലാ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, അല്ലാഹുവേ, അല്ലാഹു നിങ്ങൾക്ക് തന്നെ സമ്പത്ത് കൊണ്ട് ദുനിയാവല്ല വെട്ടിപ്പിടിക്കേണ്ടത്, ആഖിറത്തിൽ പ്രയോജനം ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്യാൻ അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാണ്. ഫലാ തഅലമു നഫ്സും മാ ഉഖ്ഫിയ ലഹും മിൻ ഖുർറത്തി അഅ്യുനിൻ ജസാഅൻ ബിമാ കാനൂ യഅമലൂൻ. അല്ലാഹുവിന്റെ ഖുർആൻ അവിടെ നിന്ന് പറയുകയാ, 4-ാമത്തെ കാര്യം എന്തെന്നറിയുമോ? സമ്പത്തിനാൽ അഹങ്കരിച്ചാൽ, സമ്പത്ത് കൊണ്ട് അഹങ്കരിച്ചവര് അല്ലാഹു നശിപ്പിച്ച് കളഞ്ഞതിന്റെ തെളിവാ. പണം കൊണ്ട് അഹങ്കരിച്ചവര് അല്ലാഹു നശിപ്പിച്ചതിന്റെ ഒരു ഗുണപാഠമാണ് നിനക്ക് ഈ ചരിത്രം പറയുന്നത്. ഖാല ഇന്നമാ ഉതീതു അലാ ഇൽമിൻ ഇൻദി അവലം യഅലമു അന്നല്ലാഹ ഖദ് അഹ്ലക മിൻ ഖബ്ലി. എന്റെ പ്രിയപ്പെട്ടവരെ, പരിശുദ്ധമായ ഖുർആൻ അവിടെ നിന്ന് പറയുകയാണ്, പണത്തിന്റെ പേരിൽ അഹങ്കരിച്ചവർക്ക് അല്ലാഹു കൊടുത്ത ഗുണപാഠമാ കാറൂനിനെ ഭൂമി വിഴുങ്ങിക്കളഞ്ഞത്. ഭൂമി വിഴുങ്ങിക്കളഞ്ഞത് പടച്ചവനെ. 5-ാമത്തെ പാഠം എന്തെന്നറിയുമോ? 4 എണ്ണമാണ് നമ്മൾ ഇന്നലെ പഠിച്ചത്. 5-ാമത്തെ കാര്യം എന്താ? മറ്റുള്ളവർക്ക് അല്ലാഹു സമ്പത്ത് നൽകിയതിൽ അസൂയ കാണിക്കല്ലേ. അല്ലാഹുവേ, കാറൂനിന്റെ ചരിത്രം പഠിപ്പിക്കുന്ന ഗുണപാഠമാ. ഇന്നത്തെ മനുഷ്യൻ കേൾക്കണം, പണത്തിന് വേണ്ടി അസൂയ വെക്കുന്നവര് അല്ലാഹു നിന്റെ അയൽവാസിക്ക് പണം കൊടുത്തതിന്റെ പേരില്, നിന്റെ കൂടപ്പിറപ്പിന് പണം കൊടുത്തതിന്റെ പേരില് അസൂയ വെക്കല്ലേ. അസൂയ വെച്ചവർക്ക് റബ്ബ് കൊടുത്ത ശിക്ഷ എന്താ?
അസൂയ വെച്ചവർക്ക് റബ്ബ് കൊടുത്ത ശിക്ഷ എന്താ? നബി ഹുറൈറ റളിയല്ലാഹു തആല അൻഹു അന്ന നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല ഇയ്യാകും വൽ ഹസദ. നബി അവിടെന്ന് പറയുന്നു ഇയ്യാകും വൽ ഹസദ ഫഇന്നൽ ഹസദ യഅകുലുൽ ഹസനാത് കമാ തഅകുലുൻ നാറുൽ ഖതബാ. അല്ലാഹു മറ്റൊരാൾക്ക് കൊടുത്ത, അല്ലാഹു മറ്റൊരാൾക്ക് സമ്പത്ത് കൊടുത്തു, ആ കൊടുത്തതിന്റെ പേരിൽ അസൂയ വെക്കുന്ന മനുഷ്യ വെക്കല്ലേ, അസൂയ വെക്കല്ലേ. മുത്തുനബി അവിടെന്ന് പറയുകയാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു തആല നിവേദനം ചെയ്യുന്ന ഹദീസ്, അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, നിങ്ങൾ അസൂയ സൂക്ഷിക്കണേ, നിങ്ങൾ അസൂയ സൂക്ഷിക്കണേ. കാരണം എന്തെന്നറിയുമോ? അഗ്നി വിറകിനെ തിന്നുന്നത് പോലെ, അല്ലെങ്കിൽ പുല്ലിനെ ഭക്ഷിക്കുന്നത് പോലെ അസൂയ നന്മകളെ നശിപ്പിച്ചു കളയുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ, ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. കാറൂൻ നല്ല വിലപിടിപ്പുള്ള വസ്ത്രം ധരിച്ച് വിലവേറ്റവും വില കൂടിയ വാഹനത്തിന്റെ മുകളിൽ തലയിൽ കിരീടവും വെച്ച് പണത്തിന്റെ കൊഴുപ്പും പവറും കാണിച്ചപ്പോ ആൾക്കാർ പറഞ്ഞു, എന്തേ ഭാഗ്യവാൻ, അല്ല കൊടുത്തത് കണ്ടോ, അവന്റെ ഭാഗ്യം കണ്ടോ, ഇതുപോലെ ഞങ്ങൾക്കും കിട്ടിയിരുന്നെങ്കിൽ. ഈ ചരിത്രം നമുക്ക് പഠിക്കുന്നത്, അള്ളാഹു ഒരു മനുഷ്യന് സമ്പത്ത് കൊടുത്താൽ ആ കൊടുത്തതിന്റെ പേരിൽ നീ അസൂയ വെക്കരുതെന്ന് നബിയുനാ റസൂലുള്ളാഹി, നബിയുനാ റസൂലുള്ളാഹി. കാരണം അസൂയ സൂക്ഷിക്കണം, അതിന് മരുന്നൊന്നുമില്ല. അസൂയ നമ്മൾ ഓരോരുത്തരും സ്വന്തം തീരുമാനിച്ചാലേ മാറ്റാൻ പറ്റത്തുള്ളൂ. അസൂയ വെക്കുന്നതിലൂടെയുള്ളത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, വിറകിനെ തീ തിന്നുന്നത് പോലെ. വിറക് എത്ര വലിയ വിറക് തീക്കകത്ത് കയറ്റി വെച്ചാലും അത് തീ തിന്നും. ഇതുപോലെ അസൂയ നിന്റെ നന്മകളെ തിന്നുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. ചായ കുടിക്കുന്നുണ്ടാണോ? ചായ കുടിക്കുന്നുണ്ടാണോ? കൊള്ളാം, ഇൻഷാ അല്ലാഹ്. വഅദ് പറയുന്ന ഉസ്താദിനില്ലേപ്പ? കേൾക്കാൻ വന്നവർക്ക് കാപ്പി കടിയില്ലയോ? നേരത്തെ ചോറൊക്കെ ഉണ്ടായിരുന്നു, ഇപ്പോൾ ഒന്നുമില്ല. ഇപ്പോൾ വന്ന് ഒന്നും ഇല്ലാതായി. ശരി, വല്ലപ്പോഴൊക്കെ ആയിരുന്നെങ്കിൽ എന്തെങ്കിലുമൊക്കെ കിട്ടിയാനെ. ഇതിപ്പോൾ എപ്പോഴും ആയിങ്ങനെ. ശരി, അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ വിശദീകരിക്കുന്നില്ല. അസൂയ അള്ളാഹു മറ്റൊരു മനുഷ്യന് കൊടുത്ത സമ്പത്ത് കൊടുത്തെന്ന് പറഞ്ഞ് ഞാൻ മുബാശക്കായിക്ക് വലിയ മില്ലുണ്ട്, JCB ഉണ്ട്, ക്രെയിനുണ്ട്, ഇപ്പോൾ പുതിയ വണ്ടി എടുക്കാൻ പോകുന്നു. ഞാനിത് കണ്ടിട്ട് ഇവിടെ ഇരുന്ന് വല്ലതും പറഞ്ഞിട്ട് കാര്യമുണ്ടോ? നിങ്ങൾക്ക് ആർക്കെങ്കിലും അൻസാരി അണ്ണന് പച്ചക്കറി കട തമിഴ്നാട്ടിൽ നിന്നും വണ്ടി വരുന്നുണ്ട്, ഫ്രൂട്ട്സ്, ഇതൊക്കെ നോക്കിയിട്ട് ഞാൻ അസൂയ വെച്ചിട്ട് കാര്യമുണ്ടോ? പറ മനുഷ്യന്മാരെ, എന്താ സജന്നെ? ഒരു കാര്യമില്ല. ഷൗക്കണ്ണം പോയത് കൊണ്ട് നമ്മുടെ ഖജാഞ്ചിക്ക് 5-6 ബസ്സുണ്ട്, ഞാൻ വല്ല ഒന്നുമില്ല, എനിക്കൊന്നും കിട്ടാനില്ല. അസൂയ വെച്ചാൽ എൻ്റെ നന്മകൾ മുഴുവനും പോകും, അത്രേ ഉള്ളൂ, വേറൊന്നുമില്ല. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ, അള്ളാഹു ഇവർക്കൊക്കെ ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. കാരണം ഇവരൊക്കെ എന്തെങ്കിലും കിട്ടിയാൽ നമുക്കൊക്കെ പ്രയോജനമുള്ളതായതുകൊണ്ട് അൽഹംദുലില്ലാ, അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. പുതിയ വണ്ടി എന്തായി? ഇൻഷാ അല്ലാഹ് ഫസ്റ്റ് ഓട്ടം അജ്മീറിലോട്ടാക്കിക്കോ, ഫ്ലൈറ്റ് ഒന്നും എടുക്കണ്ട, നേരെ അജ്മീറിൻ്റെയൊക്കെ വണ്ടി. ഇന്നലെ ഞാനിവിടെ പറഞ്ഞു, അജ്മീറിൽ പോകുന്ന കാര്യം ഞാൻ ഇന്നലെ പറഞ്ഞു. നമ്മുടെ ഗ്രൂപ്പിൻ്റെ അഡ്മിന്മാരോട് പലരും വിളിച്ചു വെച്ചു, ഉസ്താദ് എന്നാ അജ്മീർ പോകുന്നത്, ഞങ്ങളുടെ കൂടെ വരുന്നെന്ന്. പടച്ചവനെ, ഇനിയിപ്പോൾ വണ്ടി വിളിക്കേണ്ട അവസ്ഥയാണ്. അൽഹംദുലില്ലാ, അള്ളാഹു എല്ലാവർക്കും അവരുടെ ആഗ്രഹങ്ങൾക്കനുസരിച്ച് പോകാൻ അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. 6ാമത്തെ കാര്യം എന്നൊക്കെ ഞാൻ വിശദീകരിക്കുന്നില്ല. ഈ കാറൂണിൻ്റെ ചരിത്രം പഠിപ്പിക്കുന്ന 6ാമത്തെ കാര്യം, മോശമായ പ്രവർത്തനങ്ങൾ നടത്തുന്ന ആളുകളോട് ഗുണകാംക്ഷ നിർഭരമായ മനസ്സോടുകൂടി അവരുടെ ചെയ്തികളിൽ നിന്ന് വിരമിക്കുവാനുള്ള ഉപദേശങ്ങൾ കൊടുക്കുക. ഈ ചരിത്രം പഠിപ്പിക്കുന്ന 6ാമത്തെ ഗുണപാഠം, ഇങ്ങനെയുള്ള മോശമായ പ്രവർത്തനങ്ങൾ നടത്തുന്നവരെ ഉപദേശിക്കുക. ഒന്ന് പിന്തിരി. മൂസാ നബി അലൈഹിസ്സലാം അതല്ലേ പോയി പറഞ്ഞത്? മൂസാ നബി അലൈഹിസ്സലാം അതല്ലേ പോയി പറഞ്ഞത്? എൻ്റെ പ്രിയപ്പെട്ടവരെ, ഖുർആൻ നോക്ക്. വൽതകും മിൻകും ഉമ്മത്തുൻ യദ്ഊന ഇലൽ ഖൈർ വയഅ്മുറൂന ബിൽ മഅറൂഫ് വയൻഹൗന അനിൽ മുൻകർ വഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ. നന്മയിലേക്ക് ക്ഷണിക്കുകയും സദാചാരം കൽപ്പിക്കുകയും ദുരാചാരത്തിൽ നിന്ന് വിലക്കുകയും ചെയ്യുന്ന ഒരു സമുദായം നിങ്ങളിൽ
നിന്ന് ഉണ്ടായിരിക്കട്ടെ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ ഖാറൂൻ ഇങ്ങനെ നടന്നപ്പോ അവിടെ നിന്ന് പോയി പറഞ്ഞു, അല്ലാഹു നിനക്ക് തന്നതാണ്, ഇങ്ങനെ നീ കാണിക്കരുത്, അഹങ്കരിക്കരുത്. അല്ലാഹുവേ, പടച്ച റബ്ബിനെ ഭയന്ന് ജീവിക്കൂ. എന്റെ പ്രിയപ്പെട്ടവരെ, ഉപദേശിക്കണമെന്ന് പറയുകയാ. അബൂ സഈദ് റളിയല്ലാഹു തആല അൻഹു സമിഅതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറഞ്ഞല്ലോ, ഒരു തെറ്റ് കണ്ടാ കൈ കൊണ്ട് തടയ്, നാവ് കൊണ്ട് തടയ്, ഹൃദയം കൊണ്ട് വെറുക്ക്, അത് ഈമാനിന്റെ ഭാഗമാണെന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് ഖാറൂനിന്റെ ചരിത്രം പഠിപ്പിക്കുന്ന 6ാമത്തെ ഗുണപാഠം എന്തെന്നറിയുമോ? തെറ്റ് ചെയ്താ തിരുത്തണേ, തെറ്റ് കണ്ടാ തിരുത്തണേ. 7ാമത്തെ പാഠം എന്തെന്നറിയുമോ? ഇതുകൂടെ പറഞ്ഞ് നമുക്ക് ദുആ ചെയ്യാം, ഇതുകൂടെ പറഞ്ഞ് നമുക്ക് ദുആ ചെയ്യാം. വലിയ ഒരു പാഠമാ, വലിയ ഒരു പാഠമാ. അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, ഒരാളുടെ അവസാനം എങ്ങനെയായിരിക്കുമെന്ന് അല്ലാഹുവിനറിയുമെന്ന് മനസ്സിലാക്കുക. ഈ വഅദ് പറയുന്ന സിറാജുണ്ടല്ലോ, ഇന്ന് പ്രവാസകനാ, പള്ളിയിലെ ഇമാമാ, പള്ളിക്ക് വേണ്ടി പിരിക്കുന്നവനാ, നിസ്കരിക്കുന്നവനാ, നിങ്ങൾക്ക് ഇമാമത്ത് നിൽക്കുന്നവനാ. പക്ഷേ എന്റെ അവസാനം എങ്ങനെയാ? അത് പടച്ച റബ്ബിനല്ലേ അറിയോ. അല്ലാഹുവേ, നന്നാക്കണേ അല്ലാ. അതുകൊണ്ട് 7ാമത്തെ പാഠം എന്തെന്നറിയുമോ? ഒരു മനുഷ്യന്റെ അവസാനം എങ്ങനെയാണെന്ന് അല്ലാഹുവിന് മാത്രമേ അറിയൂ. നിങ്ങൾ നോക്ക്, ആദ്യം വിശ്വാസികളുടെ പിന്നിലായിരുന്നു. ഒരു മനുഷ്യന്റെ അവസാനം എങ്ങനെയാണെന്ന് അല്ലാഹുവിനെ അറിയൂ. അല്ലാഹു നമുക്ക് നമ്മുടെ ആഖിബത്ത് അല്ലാഹു നന്നാക്കി തരുമാറാകട്ടെ. ഖാറൂൻ ആരുടെ കൂടെയാ നടന്നിരുന്നേ? ഖാറൂൻ ആരുടെ കൂടെയാ നടന്നിരുന്നേ? മൂസാ നബിയുടെ കൂടെ, പ്രവാചകന്റെ കൂടെ നടന്നു. മുഫസ്സിരീങ്ങൾ പറയുന്നു, മൂസാ നബിയുടെ കുടുംബക്കാരനായിരുന്നു ഖാറൂൻ. നല്ലവനായിരുന്നു. മൂസാ നബിയുടെ കൂടെ, മൂസാ നബിയുടെ അനുയായികളുടെ കൂടെ, പ്രവാചകന്റെ കൂടെ നടന്നവനായിരുന്നു ആര്? ഖാറൂൻ. നല്ലവനായിരുന്നില്ലേ? നല്ലവനായിരുന്നില്ലേ? പക്ഷെ അവന്റെ അവസാനം എങ്ങനെയായിരുന്നു? അല്ലാഹു കാക്കുമാറാകട്ടെ. അതാ പറഞ്ഞത്, തടമ്പിലും താടിയിലൊന്നും കാര്യമില്ലെന്ന്. തഴമ്പും താടിയും വെച്ചിട്ട് വെള്ളിയാഴ്ച രാവി പോകാമെന്ന് കരുതുന്നുണ്ടെങ്കിൽ, ഈമാനോടുകൂടിയുള്ള ഒരു മരണം കിട്ടുമെന്ന് കരുതുന്നുണ്ടെങ്കിൽ, 5 നേരം പായിപ്പാട് പള്ളി വന്ന് തലകുത്തി വീണിട്ട് സുബ്ഹാനല്ലാഹ്, അല്ലാഹുവേ, ഞാൻ ഈ നിശാനസ്കാരം കഴിഞ്ഞിട്ടൊന്ന് തിരിഞ്ഞു നോക്കി, പടച്ചോനെ, അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. കൊറോണയുടെ പേരും പറഞ്ഞ് ബംഗാളികളോട് പറയും, നിങ്ങൾ ഇങ്ങോട്ട് വരണ്ടാന്ന്. കൊറോണ വരുമ്പോ, ഇവിടെ രോഗമൊക്കെ വർദ്ധിക്കുമ്പോ പറയും, മാസ്ക് ഇട്ടിട്ടില്ല, തുണി ഇട്ടിട്ടില്ല, അങ്ങോട്ട് നീങ്ങ്, ഇങ്ങോട്ട് നീങ്ങ് അല്ലേ? നമ്മൾ ബംഗാളികളോട് ഇന്ന് ഇശാ നിസ്കരിക്കാൻ എത്ര പേരുണ്ടായിരുന്നു? പായിപ്പാട് 2 സഫ് ആളുണ്ടായിരുന്നു. ആ 2 സഫിൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ 17 പേര് ആരായിരുന്നു എന്നറിയോ? ബംഗാളികളായിരുന്നു. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഉറക്കപ്പറ. എടാ, ഇഖ്ലാസുള്ള, അള്ളാനെ പേടിയുള്ള 17 പേര് ഇന്ന് നിസ്കരിക്കാനുണ്ടായിരുന്നു ഇശായിക്ക്. നമ്മൾ എത്ര പേരുണ്ടായിരുന്നു? ആ പാവങ്ങളെയാ പറയണേ, അവൻ്റെ വസ്ത്രം നോക്കിയിട്ട് നിനക്ക് മാസ്ക് ഇല്ല, നിനക്ക് മതില്ല, ഇതില്ല, നീ അവിടെ പോകുന്നവനാ, ഇവിടെ പോകുന്നവനാ എന്ന് പറഞ്ഞ് അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. നമ്മൾ ആരുടെയും വസ്ത്രമോ അവൻ്റെ കോലവോ നോക്കിയിട്ട് വിലയിരുത്തരുത്. അവൻ്റെ ഒരാളുടെ വസ്ത്രമോ അവൻ്റെ ഈമാൻ. ഞാൻ അത്ഭുതത്തോടു കൂടി, പടച്ചവൻ, എനിക്ക് അത്ഭുതം തോന്നിപ്പോയി. സുന്നത്തൊക്കെ എന്താ നിസ്കരിക്കണത്? ഇവിടെ എല്ലാവരും പോയിട്ട് ഞാൻ എഴുന്നേറ്റ് പോയിട്ട് നിസ്കാരം നടക്കാം. എന്ത് ഇഖ്ലാസോടുകൂടി 10,000-15,000 വരുന്ന അന്യ സംസ്ഥാന തൊഴിലാളികൾ ഇവിടെ കിടന്നിട്ട് നിസ്കരിക്കാൻ, ളുഹറും അസറും മഗ്രിബും ഇശായി നിസ്കരിക്കാൻ ഇവിടെ വരുന്നില്ലേ ആ പാവങ്ങൾ? അവരെ നമ്മൾ ആട്ടി ഓടിച്ചാൽ അവരെ കാണുമ്പോൾ നീങ്ങി നിൽക്കുന്നു പറഞ്ഞു മാറി നിൽക്കുന്നു. അവനെക്കാലം നീയാടാ നീങ്ങി നിൽക്കേണ്ടത്. നമ്മൾ ചിന്തിക്കണം, അവർ നമ്മളൊരിക്കലും ഒരാളുടെ വസ്ത്രത്തിൽ നോക്കിയിട്ട് വിലയിരുത്തല്. ചിലപ്പോൾ ആയിട്ടിരിക്കണ വസ്ത്രത്തിൽ ഇവിടെ വന്നിരിക്കുമായിരിക്കാം, നമ്മളെ നോക്കണ്ട. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരാളുടെ ശരീരത്തിലേക്കോ സൗന്ദര്യത്തിലേക്കോ വസ്ത്രത്തിലേക്കോ ഒന്നുമല്ല നോക്കുന്നത്, ഒരു മനുഷ്യന്റെ ഹൃദയത്തിലേക്കാണ് അല്ലാഹു നോക്കുന്നത് എന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ
ഒന്നാമത്തെ സഫിൽ വന്ന് ഇഖ്ലാസോടുകൂടി നിസ്കരിച്ചിട്ട് നമ്മളെപ്പോലെ ഓട്ട മത്സരമൊന്നുമില്ല. അസ്സലാമു അലൈക്കും വലൈക്കും അസ്സലാം ഓടുക. മുസല്ല എടുത്തിട്ട് ഓട്ടം. അവൻ്റെ അടുത്താണ് നിൽക്കുന്നതെങ്കിൽ നീങ്ങി നിൽക്കുന്ന 6 അടി നിൻ്റെ അടുത്ത് നിന്നാ മാറി നിൽക്കേണ്ടത്. ഒരിക്കലും എന്തുകൊണ്ടേ സഹോദരങ്ങളെ ഈ 10,000 എണ്ണ ഇവിടെ കിടന്നിട്ട് എത്ര പേർക്കാ രോഗമുള്ളത്? ഈ റോഡിൽ കൂടെ ഒക്കെ നിൽക്കണണ്ട. രാവിലെ 6:30 7 മണിക്ക് ഇറങ്ങിയ പായിപ്പാട് ടൗണിൽ സാമൂഹിക കലം കാണാം. നാലിച്ചയ്ക്ക് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, അപ്പുറത്തെ കാണുന്ന നക്ഷത്ര ഓഡിറ്റോറിയത്തിൽ വാക്സിൻ കോവിഡ് ടെസ്റ്റിന് വന്ന് നിന്ന രംഗം. നാലിച്ചയ്ക്ക് സഹോദര, അവരൊക്കെ ഈമാൻ കൊണ്ടാ രക്ഷപ്പെടുന്നത്. അള്ളാഹു രക്ഷപ്പെടുത്തുമാറാകട്ടെ. നമ്മളങ്ങനല്ല, നമ്മൾ മാസ്ക് കൊണ്ടാ രക്ഷപ്പെടുന്നത്. അവർ ഈമാൻ കൊണ്ട് രക്ഷപ്പെടുന്നു, നമ്മൾ വേറെ പലതും കൊണ്ട് രക്ഷപ്പെടുന്നു. അതാ നമ്മുടെ അവസ്ഥ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞു വന്നത് ഒരാളുടെയും കോലത്തിലല്ല. നമ്മളൊക്കെ നിസ്കാരം നമ്മൾ വന്ന് മുട്ടുകുത്തി വീഴും ഓടും, അതൊന്നുമല്ല. ഈ നിസ്കാരമോ ഈ വഅദോ ഇതൊന്നുമല്ല അള്ളാഹു പരിഗണിക്കുന്നത്. ഒരു മനുഷ്യൻ്റെ അവസാനം എങ്ങനെയാണെന്ന് അള്ളാഹുവിനെ അറിയൂ. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹു നമുക്ക് നല്ല മരണം നൽകുമാറാകട്ടെ. ഖാറൂൻ മൂസാ നബിയുടെ കൂടെ നടന്നവനാ. മുഫസ്സിരീങ്ങൾ പറയുന്നു മൂസാ നബിയുടെ കുടുംബക്കാരനാ. അതുകൊണ്ടാണ് അവന് പണം കൂടിയിട്ട് അവ അഹങ്കാരം കാണിച്ചപ്പോൾ മൂസാ നബി പോലും കയ്യിൽ പിടിച്ചിട്ട് തൻ്റെ കുടുംബക്കാരനായ ഖാറൂനിനോട് പറഞ്ഞു, നീ ഇങ്ങനെ നടക്കരുത്, ഇങ്ങനെ നടക്കുന്നതിലൂടെ നിന്റെ അവസാനം മോശമായി പോകും. എൻ്റെ പ്രിയപ്പെട്ടവരെ, അവസാനം മോശമായ ചരിത്രമാണ് അള്ളാഹുവിൻ്റെ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് നന്മകൾ ജീവിതത്തിൽ ചെയ്യാൻ പഠിക്ക്. നന്മകളാണ്. എത്രയോ ആൾക്കാർ ആത്മഹത്യ ചെയ്യുന്നു, മോശമായ മരണം കിട്ടുന്ന എത്രയോ പേർ. എന്നാൽ ഒരു പരിഗണനയും നൽകാതെ നമ്മൾ ബഹുമാനിക്കുകയോ ആദരിക്കുകയും ഒരു പരിഗണനയും നൽകാത്ത എത്രയോ പേരെ പായിപ്പാട് പള്ളിയിൽ വെള്ളിയാഴ്ച കൊണ്ട് വെച്ചിട്ടുണ്ട്. എത്രയോ പേരെ വെള്ളിയാഴ്ച ജുമയ്ക്ക് മുമ്പ് കബറടക്കിയിട്ടുണ്ട്. അത്ഭുതം തോന്നിയിട്ടുണ്ടല്ലോ, ഇവൻ എന്ത് ചെയ്തിട്ടാടാ ഇങ്ങനെ ഒരു മരണം കിട്ടിയത്? നമ്മളീ പലർക്കും കൊതി തോന്നിയിട്ടുണ്ട്. നിസ്കാര തഴമ്പുള്ളവനും തിങ്കളാഴ്ചയും ചൊവ്വാഴ്ചയും ബുധനാഴ്ചയും മരിക്കുമ്പോൾ അല്ലാഹുവേ, പാപപ്പെട്ടവനായി പള്ളിയുടെ ഏതോ മൂലയിൽ വന്നിരുന്ന് ആരും പരിഗണിക്കാത്ത എത്രയോ പേർ വെള്ളിയാഴ്ച മരിച്ചത് കണ്ടപ്പോൾ കൊതി തോന്നിയിട്ടില്ലേ? അവരുടെയൊക്കെ മുഖത്തെ പ്രകാശം കണ്ടപ്പോൾ അസൂയ തോന്നിയിട്ടില്ലേ? എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് ഖാറൂനിൻ്റെ ചരിത്രം പഠിപ്പിക്കുന്ന 7ാമത്തെ ഗുണപാഠം, ഒരു മനുഷ്യൻ്റെ അവസാനം എങ്ങനെയായിരിക്കുമെന്ന് അള്ളാഹുവിന് മാത്രമേ അറിയൂ. അതുകൊണ്ട് നീ നല്ലതുപോലെ സൂക്ഷിച്ച് ജീവിക്കണം. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതിനുവേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ നടത്ത്, അതിനുവേണ്ടിയുള്ള മുന്നൊരുക്കങ്ങൾ നടത്ത്. മരിക്കാൻ എൻ്റെ പ്രിയപ്പെട്ടവരെ, നാം മരണത്തെക്കുറിച്ച് വല്ലാതെ ചിന്തിക്കണം. മരണത്തെക്കുറിച്ച് ഇന്നലെ ഈ പള്ളിക്കാട്ടിലെ ഖബർസാനിന്റെ ചരിത്രം പറഞ്ഞു. ഇന്ന് രാവിലെ ഒരു മനുഷ്യൻ വിളിച്ചിട്ട് പറയുന്നു, ഉസ്താദേ, പായിപ്പാട് പള്ളിയുടെ ഖബർസാനിലെ കാട് വെട്ടാൻ എത്ര രൂപ വേണമെങ്കിലും ഞാൻ തരാം. നിങ്ങൾ ചിന്തിക്ക്. നമ്മുടെ ഈ നാട്ടിലെ ഈ കാണുന്ന ഖബർസാനിൽ കിടക്കുന്ന ഈ പാമ്പ് കയറി കിടക്കുന്ന കാട് വൃത്തിയാക്കാൻ നമുക്കാർക്കും തോന്നിയില്ല. കുറ്റപ്പെടുത്തലോ നാണം കെടുത്തലോ അല്ല, നമുക്കാർക്കും തോന്നിയില്ല. എന്തിന്? അവന്റെ വാപ്പയുടെയും ഉമ്മയുടെയും ഖബറിന്റെ മുകളിൽ കിടക്കുന്ന കാട് മാറ്റിയ പോരെ. ഇത് പലരും മാതാപിതാക്കളുടെ ഖബറുകൾ ഒരുക്കിയിട്ടിരിക്കുന്നത് കാണുമ്പോൾ അത്ഭുതം തോന്നാറുണ്ട്. അള്ളാഹു അവർക്ക് ഈമാൻ നൽകുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അവരൊക്കെ ഞാനുണ്ട്. നമ്മുടെ ചായ കൊണ്ടുവരുന്നവരുടെ ഫാമിലിയാണെന്ന് തോന്നുന്നു. ഒന്ന് നാസറനൊക്കെ അത്താടെ ഖബർ ഈ അടുത്തായിരുന്നു ആണ്ട് ഞാൻ നോക്കുമ്പോൾ കൊച്ചുമക്കൾ ഉൾപ്പെടെ വന്ന് അൽഹംദുലില്ലാ ആ പള്ളിക്കാട്ടിൽ ഖബർ റെഡിയാക്കുന്നത് കണ്ടു. അള്ളാഹു അവർക്കൊക്കെ അർഹമായ പ്രതിഫലം നൽകുമാറാകട്ടെ. ഇതുപോലെ ഓരോ മനുഷ്യനും, ഇന്ന് മുബാശക്കായും സഹോദരനും വാപ്പയുടെ ഖബറിൻ്റെ ഇതുപോലെ ഓരോ മനുഷ്യനും എൻ്റെ പ്രിയപ്പെട്ടവരെ അവരവരുടെ മാതാപിതാക്കളുടെ ഖബർ ഒന്ന് വൃത്തിയാക്കി കഴിഞ്ഞാൽ പിന്നെ വേറൊരാളുടെ ആവശ്യം വരുന്നില്ലല്ലോ. അതുകൊണ്ട് അൽഹംദുലില്ലാ അതിനെക്കുറിച്ച് ഇൻഷാ അല്ലാഹ് മെമ്പറുടെ വണ്ടിയുണ്ട്, കമ്മിറ്റിക്കാർ ഇൻഷാ അല്ലാഹ് തീരുമാനിക്കുക. ഇല്ലെങ്കിൽ സുൽഫി ഏൽപ്പിച്ചിട്ടുണ്ട് അതിൻ്റെ ആൾ, എന്നെ വിളിച്ച് അദ്ദേഹത്തെ വിളിച്ചിട്ട് എത്ര രൂപയാണെങ്കിലും ഇൻഷാ അല്ലാഹ് ആ മരവൊക്കെ വെട്ടി മുറിച്ച് പള്ളിക്കാട് മനോഹരമാക്കണം. പേടിക്കാതെ. പലരും പള്ളിക്കാട്ടിലേക്ക് ഇറങ്ങിപ്പോകാത്തത് ഈ കാട് കാരണമാണ്. പള്ളിക്കാട്ടിലെ ഒരു മനുഷ്യൻ ഒരു ഖബറാളിക്ക് ദുആ കിട്ടാത്തതിൻ്റെ കാരണം അങ്ങോട്ട് ഇറങ്ങിപ്പോകാനുള്ള പേടി കൊണ്ടാണ് പലരും പോകാത്തത്. അതുകൊണ്ട് അങ്ങനെ ഒരു അവസരം ഒരുക്കരുത്. ആ പള്ളിക്കാട്ടിൽ കിടക്കുന്ന ഒരാളുടെ ശാപം ജമാഅത്ത് കമ്മിറ്റിക്ക് കിട്ടേണ്ട അവസ്ഥ വരുത്തരുത്. കേട്ടോ?
ഇൻഷാ അല്ലാഹ് അങ്ങനെ ഒരു അവസ്ഥ വരരുത്. ഷാജിയണ്ണൻ കീറിക്കൊണ്ടിരിക്കുക കേട്ടോ. അങ്ങനെ ഒരു അവസ്ഥ നിങ്ങൾക്ക് വരരുത്. അതിനുവേണ്ടിയാ സഹോദര എല്ലാവരും അൽഹംദുലില്ലാ അതിനെക്കുറിച്ച് ചിന്തിക്ക്. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് സഹോദര എപ്പോഴെങ്ങനാ മരിക്കുന്നത് എന്ന് അള്ളാഹുവിനെ മാത്രമേ അറിയൂ. അതുകൊണ്ട് അള്ളാഹുവിനോട് എപ്പോഴും ദുആ ചെയ്യണം. മഹാനായ നബി മുഹമ്മദ് മുസ്തഫ, ഉറക്കെ മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ ഖുർആൻ എവിടെന്ന് പറയുകയാ. അതുകൊണ്ടാണ് ഏറ്റവും നല്ല രൂപത്തിലാകാൻ പ്രാർത്ഥിക്കാൻ അള്ളാഹു പറഞ്ഞത്. നമ്മുടെ അവസാനം നന്നാകാൻ നിങ്ങൾ ദുആ ചെയ്യണേ. ഞാൻ പറഞ്ഞതല്ല, ഖുർആൻ പറയുകയാണ്. റബ്ബനാ ലാ തുസിഅ ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ വഹബ് ലനാ മിൻ ലദുൻക റഹ്മാ ഇന്നക അൻതൽ വഹാബ്. അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാണ്, നിങ്ങൾ ദുആ ചെയ്യണേ. റബ്ബനാ ലാ തുസിഅ ഖുലൂബനാ, ഞങ്ങളുടെ നാഥനായ അല്ലാഹ്, ഞങ്ങളെ നീ സന്മാർഗത്തിലാക്കിയതിനു ശേഷം ഞങ്ങളുടെ മനസ്സുകളെ നീ തെറ്റിക്കരുതേ അല്ലാഹ്. നിന്റെ അടുക്കൽ നിന്നുള്ള കാരുണ്യം ഞങ്ങൾക്ക് നീ പ്രദാനം ചെയ്യുകയും ചെയ്യണേ അല്ലാഹ് എന്ന് ദുആ ചെയ്യണേ എന്ന് പരിശുദ്ധമായ ഖുർആൻ പറയുമ്പോ വെറുതെ നടന്നാ പോരാ. എനിക്ക് തടമ്പുണ്ടെന്ന് പറഞ്ഞു, എനിക്ക് താടിയുണ്ടെന്ന് പറഞ്ഞു, ഞാൻ നിസ്കരിക്കുന്നവനാണെന്ന് പറഞ്ഞു, ഞാൻ ഖുർആൻ ഓതുന്നവനാണെന്ന് പറഞ്ഞു നടന്നാ പോരാ. ദുആ ചെയ്യണേ. അനസ് റളിയല്ലാഹു തആല അൻഹു ഖാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുക്സിറു അയ്യഖൂല അല്ലാഹുമ്മ സബ്ബിത് ഖൽബി അലാ ദീനിക. നല്ല മരണം വേണോ? അവസാനം നന്നാകണോ? ഈമാനുള്ള മരണം വേണോ? റസൂലുള്ളാഹി പറയുകയാ, സഹാബാ നിങ്ങൾ ഈ ദുആ അധികരിപ്പിക്കണേ സഹാബാ. ഈമാനുള്ള മരണം വേണമെന്ന് ആഗ്രഹിക്കുന്നവര്, അസ്റായിൽ എന്ന് പറയുന്ന മലക്ക് നിന്നെ കൊണ്ടുപോകാൻ വരുമ്പോ അല്ലാഹുവേ പടച്ച റബ്ബ് തന്ന നാവ് കൊണ്ട് അവസാനമായി ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് സഹാദത്ത് കലിമ പറഞ്ഞുകൊണ്ട് മരിക്കണോ? ഈമാനുള്ള മരണം വേണോ? വെറുതെ കിട്ടൂല, വെറുതെ കിട്ടൂല. അതുകൊണ്ട് മുത്തുനബി പറയുകയാണ്, അല്ലാഹുമ്മ സബ്ബിത് ഖൽബി, അല്ലാഹുമ്മ സബ്ബിത് ഖൽബി അലാ ദീനിക. നിങ്ങൾ ദുആ ചെയ്തോ, നിങ്ങൾ ദുആ ചെയ്തോ. മുത്തുനബി അവിടുന്ന് ദുആ ചെയ്യുമായിരുന്നു, യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക. അതുകൊണ്ട് അവസാനമായി ഈ ലോകത്ത് നിന്ന് യാത്ര പറയുന്ന സമയം ഈമാനോടുകൂടി ഒരു മരണം വേണോ? ഈ ദുആ പഠിച്ചു വെച്ചോ, ഈ ദുആ പഠിച്ചു വെച്ചോ. അല്ലാഹുമ്മ സബ്ബിത് ഖൽബി. റസൂലുള്ളാഹി തങ്ങൾ പറയുന്നു, യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക. അധികമായിട്ട് ദുആ ചെയ്യ്. എപ്പ ദുആ ചെയ്താലും ഈ ദുആ ഉൾപ്പെടുത്ത്. അർഹമർ റഹീമായ അല്ലാഹ് നല്ല മരണം തരണേ അല്ലാഹ്. ഈമാനുള്ള മരണം തരണേ അല്ലാഹ്. വെറുതെ കിട്ടില്ലല്ലോ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് അല്ലാഹുവിന്റെ ഭവനം പണിയാനാ, നിസ്കരിക്കാൻ
മരിക്കുന്നതിന് വേണ്ടിയാ, തമ്മിലടിക്കാനല്ല, സുജൂദ് ചെയ്യാൻ വേണ്ടിയാണ്. അല്ലാഹുവിനൊരു വീട് പണിയാനാ, വീടിന്റെ വാർപ്പ് തുടങ്ങുകയാണ്. പടച്ച റബ്ബേ, നിങ്ങളെ കൊണ്ട് കഴിയുന്നത് 100 കിലോ കമ്പിയാണ്, 6580 രൂപയാണ്, 6680 രൂപയാണ്. പടച്ചവനെ, മനസ്സ് വെച്ചാ നടക്കുമല്ലോ. ഓരോ മനുഷ്യനും അവനെ കൊണ്ട് കഴിയുന്നത് കൊടുത്താ. ഉസ്താദേ, എനിക്ക് ഈമാനുള്ള മരണം വേണം, എനിക്ക് ഈമാനുള്ള മരണം വേണം. മരിക്കുന്ന സമയത്ത് അല്ലാഹുവിനെ സുജൂദ് ചെയ്യുന്നതിന് വേണ്ടി ഒരു പള്ളിക്ക് വേണ്ടി കൊടുത്തതിന്റെ പ്രതിഫലമായ സ്വർഗം എനിക്ക് കണ്ടു മരിക്കണം ഉസ്താദ്. വാബുസിറൂ ബിൽ ജന്നാ. മലക്കുകൾ സ്വർഗം കാണിച്ചു തരുമ്പോ മരണവേദന അറിയാതെ എനിക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എനിക്ക് പറഞ്ഞു മരിക്കണം. അല്ലാഹുവേ, ഈ പള്ളിക്ക് വേണ്ടി ആരെല്ലാം സദക്ക കൊടുത്തിട്ടുണ്ടോ, കൊടുക്കുമെന്ന് തീരുമാനിച്ചിട്ടുണ്ടോ, അവർക്ക് നീ ഷഹീദിന്റെ കൂലി കിട്ടുന്ന മരണം കൊടുക്കണേ അല്ലാഹ്. ഈമാനുള്ള മരണം കൊടുക്കണേ അല്ലാഹ്. സ്വർഗം കണ്ടു മരിക്കാൻ, ജിബ്രീൽ അലൈഹിസ്സലാമിനെ കണ്ടു മരിക്കാൻ ഭാഗ്യം കൊടുക്കണേ അല്ലാഹ്. ഈ ഒരുമിച്ച് കൂടൽ അതിനൊരു സബബാക്കണേ അല്ലാഹ്. അല്ലാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. 3 സ്വലാത്ത്. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ്, സല്ലല്ലാഹു അലാ മുഹമ്മദ്, സല്ലല്ലാഹു അലൈഹി വസല്ലമ. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ്, യാ റബ്ബി സല്ലി അലൈഹി വസല്ലമ.